ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഈ ഒരു 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ആദ്യത്തെ പരീക്ഷ അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷ എഴുതി വന്ന് നല്ല ആത്മവിശ്വാസത്തിലായിരിക്കും, നല്ലതായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ആ ഒരു ചോദ്യങ്ങളുടെ നമ്മൾ തയ്യാറാക്കിയത് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം, അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ തന്നെ ആ ഒരു ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോപ്പി നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. വീഡിയോയിൽ നമ്മൾ കീയിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ശരിയുത്തരവും തെറ്റുത്തരവും മാർക്ക് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഈ കോപ്പി, അതായത് നമ്മുടെ ഈ ഒരു ചോദ്യപേപ്പറിൻ്റെ ഉത്തരം മാർക്ക് ചെയ്ത കോപ്പി കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് സാവധാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും, മാർക്ക് കൂടിക്കഴിഞ്ഞാൽ സന്തോഷം തന്നെയാണ്, മാർക്ക് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അതായത് നമുക്കറിയാം 4 സെറ്റായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ പരീക്ഷയിൽ ഈ ഒരു പരീക്ഷ കുറച്ച് ചിലപ്പോൾ ടഫാണ്, ചിലപ്പോൾ അടുത്ത പരീക്ഷ ഇതിനെക്കാട്ടി എളുപ്പമാണെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടും. കാരണം ഇതൊരു നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നടക്കും. കാരണം 4 പരീക്ഷയും ഒരുപോലെ ആക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റീവ് അഡ്വാൻറ്റേജ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ ടഫാണ് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ സിമ്പിളായിരുന്നു എന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിൽ നിന്നും നിങ്ങളുടെ മാർക്കിൽ വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കൂളായിട്ടിരിക്കുക. പരീക്ഷ കഴിഞ്ഞു 1-2 ദിവസം റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരിക്കലും പഠനം നിർത്തരുത്. അടുത്ത ഒരു ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടുന്നവരെ, അല്ലെങ്കിൽ ഒരു PSCയിൽ നിന്നും ഒരു അഡ്വൈസ് കിട്ടുന്നതുവരെ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊണ്ടുപോയ ഒരു മൊമെൻറ്റം നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്നതായിരിക്കും. പിന്നെ ഇനി അടുത്ത ആഴ്ചകളിലൊക്കെ എക്സാം ഉള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ടത് ഈ ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടത്. കാരണം മുൻപുള്ള പല LDC പരീക്ഷകളിലും ഈ ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും പോവുക. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഒരു 100 ചോദ്യങ്ങൾ കൂടി പഠിച്ചെടുക്കുക. ആ ഒരു ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് 2, 3, 4 ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വരെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾക്കിനി ഈ ഒരു ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ ഒക്കെ ആയിട്ട് ഇനി വീഡിയോയുടെ ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, അടുത്ത പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. അപ്പോൾ ശരിക്കും കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത പരീക്ഷയിൽ നല്ല മാർക്കായിട്ട് നേടുക. മറ്റുള്ളവരോട് 2 ദിവസം റെസ്റ്റ് എടുക്കുക. വീണ്ടും തുടങ്ങുക. കുറച്ചായിട്ടെങ്കിലും തുടങ്ങുക. ഒരിക്കലും പൂർണ്ണമായും നിർത്തിവയ്ക്കരുത്. അത് ഇതുവരെ നിങ്ങളെടുത്ത ഈ ഒരു കഷ്ടപ്പാടിനെ അങ്ങ് കയ്യിൽ നിന്നും കളയുന്നതിന് തുല്യമായി പോകും. എപ്പോഴും ജോലി കിട്ടുന്നതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.